സെവൻ ബീറ്റ്സ് 8ാമത് എഡിഷൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളൊക്കെ കണ്ടതാണ് മലയാളികളുടെ അല്ലെങ്കിൽ സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഒരുപാട് ഭാവഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ജയേട്ടനെയും ഒപ്പം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ ONV കുറുപ്പിനെയും നമ്മൾ ആദരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ നമ്മൾ ഇവിടെ അവർക്കൊരു ശ്രദ്ധാഞ്ജലി നേരുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മളുടെ ഈ LED സ്ക്രീനിൽ അവർക്കുള്ളൊരു ട്രിബ്യൂട്ടാണ് കാണുക. 7 Beats സംഗീതോത്സവം സീസൺ 8 ആൻഡ് ചാരിറ്റി ഇവന്റ്. മലയാള ഭാഷയ്ക്ക് നിരവധി നിത്യഹരിത ഗാനങ്ങൾ സമ്മാനിക്കുകയും ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠവും ഇന്ത്യ ഗവൺമെന്റിന്റെ 4ാമത്തെയും 2ാമത്തെയും ഉയർന്ന സിവിലിയൻ ബഹുമതികളായ പത്മശ്രീ, പത്മവിഭൂഷൺ, കേരള സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് അടക്കം നിരവധി അവാർഡുകൾ നേടിയിട്ടുമുള്ള മലയാളം കവിയും ഗാനരചയിതാവുമായ അന്തരിച്ച പത്മഭൂഷൺ ONV കുറുപ്പ് മാഷിന് UK-യിലെ പ്രമുഖ സംഗീതോത്സവ വേദിയും കഴിഞ്ഞ 7 വർഷങ്ങളായി ONV അനുസ്മരണ പ്രോഗ്രാം സംഘാടകരുമായ 7 ബീറ്റ്സ് ആരാധക സമൂഹത്തോടൊപ്പം നമ്രശിരസ്കരായി ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. UK-യിലെ നിരവധി ഗായക പ്രതിഭകൾ ONV സംഗീതവുമായി അരങ്ങിൽ ഗാനങ്ങൾ ആലപിക്കുകയും സംഗീത വിരുന്ന് ആസ്വദിക്കാൻ സുവർണ അവസരമൊരുക്കുകയും ചെയ്യുക 7 ബീറ്റ് സംഗീതോത്സവത്തിന്റെ മാത്രം പ്രത്യേകതയായിരിക്കെ ONV സാറിന്റെ ഗാനശകലങ്ങൾ കോർത്തിണക്കി ദേവദൂതർ പാടിയ മധുരയ്ക്കും ഓർമ്മകളെയാവും ആരാധകർക്കായി ഒരു വട്ടം കൂടി 7 ബീറ്റ്സ് ഇന്നീ വേദിയിൽ ആദരാർച്ചനയായി സമർപ്പിക്കുക. ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒറ്റപ്ലാക്കൽ ശ്രീകണ്ഠൻ വേലുക്കുറുപ്പ് ON കൃഷ്ണക്കുറുപ്പിന്റെയും K ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനായി 1931 മെയ് 21 കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. കൊല്ലത്തെ SN കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹം തിരുവിതാംകൂർ സർവകലാശാലയിൽ, അതായത് ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ മലയാള വിഭാഗം മേധാവിയായി ജോലിയിൽ പ്രവേശിച്ച ONV എറണാകുളം മഹാരാജാസ് കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനും കാലിക്കറ്റ് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറുമായിരുന്നു. 2016 ഫെബ്രുവരി 13 തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ ONV കുറുപ്പ് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ 84 വർഷത്തെ ജീവിതത്തെ പ്രതിനിധീകരിച്ച് KJ യേശുദാസിന്റെ നേതൃത്വത്തിൽ 84 ഗായകർ ശവസംസ്കാര വേളയിൽ അദ്ദേഹത്തിന്റെ കവിതകളും ഗാനങ്ങളും ആലപിക്കുകയുണ്ടായി. നിത്യഹരിതവും ജീവൻ തുടിക്കുന്നതുമായ പ്രിയ ഗാനങ്ങളുടെ അനശ്വര തൂലികയുടെ സ്മരണാഞ്ജലിയായി ONV ഗാനങ്ങളുടെ ശേഖരം കോർത്തിണക്കി കേംബ്രിഡ്ജിലെ സീസൺ 8ന്റെ വേദിയിൽ കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷനോടും ചേർന്ന് 7 ബീറ്റ്സും സംഗീതാസ്വാദകരോടൊപ്പം ശ്രദ്ധാഞ്ജലി സമർപ്പിക്കുകയാണ്. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് പോലെയുള്ള അന്താരാഷ്ട്ര അവാർഡുകൾ, ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡുകൾ, ഫിലിം ഫെയർ അവാർഡുകൾ, ഏഷ്യാനെറ്റ് ഫിലിം അവാർഡുകൾ എന്നിവയോടൊപ്പം സ്നേഹത്തിന്റെയും ആരാധനയുടെയും അഭിമാനത്തിന്റെയും ഹൃദയഹാരിയായ ബാഷ്പാഞ്ജലി 7 ബീറ്റ്സിന്റെ ബാനറിൽ വിനയാന്വിതമായി സമർപ്പിക്കുന്നു. പിന്നെയും പൂമ്പൈതലായി കൊതിതുള്ളി നിൽക്കുവരെന്തിനോ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ. കഴിഞ്ഞ 6 ദശാബ്ദങ്ങളായി മലയാളത്തിന്റെ ഗായക നിരയിലെ കുലപതിയായും സൗത്ത് ഇന്ത്യയുടെ ഭാവഗായകനായും മലയാളികളുടെ ഹൃദയം കീഴടക്കിയ സ്വന്തം P ജയചന്ദ്രൻ സാറിന് മുന്നിൽ UK മലയാളികളുടെ ഗാന സദസ്സായ 7 ബീറ്റ്സ് സംഗീതോത്സവ വേദി ബാഷ്പാഞ്ജലി നേരുകയാണ്. സംഗീത മികവ് കൊണ്ടും ജീവാത്മകമായ ആലാപന ശൈലി കൊണ്ടും മലയാളികൾ നെഞ്ചിലേറ്റിയ P ജയചന്ദ്രൻ എന്ന സംഗീത പ്രതിഭയുടെ സംഗീതത്തിലെ വൈകാരികതയും ആലാപനത്തിന്റെ കോമളതയും വാക്കുകൾക്കും ഭാവങ്ങൾക്കും ജീവൻ നൽകുന്ന ശൈലിയും മലയാളി മനസ്സിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ പെട്ടെന്ന് നഷ്ടബോധമായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകരോടൊപ്പം 7 ബീറ്റ്സും നമ്രശിരസ്കരായി ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു.
കൊച്ചിയിലെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ, പാലിയത്ത് സുബ്രകുഞ്ഞമ്മ എന്നിവർക്ക് ജനിച്ച പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്ന പി ജയചന്ദ്രൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം ചെന്നൈയിലെ സ്വകാര്യ കമ്പനിയിലെ ഉദ്യോഗ കാലഘട്ടത്തിലാണ് സംഗീത ലോകത്തേക്ക് ചുവടുവെച്ചത്. ജന്മസിദ്ധമായ സർഗവാസനയും നിതാന്തമായ സ്വയപരിശീലനവും കൊണ്ട് മാത്രം ഗായിക നിരയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പ്രതിഷ്ഠ നേടിയ ജയചന്ദ്രൻ സാർ 1965 കുഞ്ഞാലി മരക്കാറിൽ ഒരു മുല്ലപ്പൂ മാലയുമായി കടന്നുവന്ന് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി കളിത്തോഴനിലെത്തിയ ഗാനങ്ങളുടെ മധുരവും വൈവിധ്യവും പദങ്ങൾക്കും സംഗീതത്തിനുമിടയിൽ അദ്ദേഹം സൃഷ്ടിച്ച അത്ഭുത സ്വരസ്വർഗങ്ങൾ സംഗീത പ്രേമികളെ ഗാനാമൃത രസയാത്രയിലേക്ക് നയിക്കുകയായിരുന്നു. ആലാപനങ്ങളിലൂടെ അനശ്വരമാക്കിയ രാഗം ശ്രീരാഗങ്ങളിലൂടെ കരിമുകിൽ കാട്ടിൽ അനുരാഗ ഗാനം പോലെ മാധുര്യം പകർന്ന് ആരാരും കാണാതെ മറഞ്ഞ ആ ഭാവഗായകന് പ്രണാമമർപ്പിക്കുമ്പോഴും മലയാള ഭാഷയും ഗാനങ്ങളും നിലനിൽക്കുവോളം അനശ്വരനായി പ്രിയ ഗായകൻ ഉണ്ടാവും എന്ന് തീർച്ചയായും വിശ്വസിക്കാം. ശിവശങ്കര സർവശരണ്യ വിഭവയിലൂടെ ദേശീയ അംഗീകാരം നേടുകയും നീലഗിരിയുടെ സഖികളെയും കൂട്ടി ഓലിഞ്ഞാലിക്കുരുവികളെ കാണുന്ന ഭാവഗായകൻ തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഉൾപ്പെടെ 16,000-ലധികം ഗാനങ്ങൾ ആലപിച്ച് സംഗീത ലോകം കീഴടക്കിയ ആ ഭാവഗായകൻ എക്കാലത്തും നമ്മുടെ ഇടയിൽ അനശ്വരനായി ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മധുരിക്കും ഗാനങ്ങളിൽ പ്രായം നമ്മിൽ മോഹം നൽകി, നീ ഒരു പുഴയായി തഴുകുമ്പോൾ, ഞാനൊരു മലയാളി, മണ്ണിൻ കൂട്ടാളി എന്നും തുടങ്ങിയ ഗാനങ്ങൾ കേരള സംസ്ഥാന അവാർഡുകൾ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയായിരുന്നു. തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2 തവണ നേടുകയും മലയാള സിനിമയ്ക്ക് നൽകിയ അനവധി സംഭാവനകൾക്കായി JC ഡാനിയൽ അവാർഡ് നേടുകയും ചെയ്ത സംഗീതത്തിലെ കോളിംഗ് എക്സ്പ്രഷൻ സിംഗർ അദ്ദേഹത്തിന്റെ ആലാപനത്തിൽ കുങ്കുമം ചൊരിഞ്ഞു സൂര്യൻ കണ്ണിലെ നിലാവിൽ പൂത്തതേ രാമ്പൽ എത്ര കോടി ജന്മം മോഹം വലിയ വൈകാരിക സ്വാധീനം ചെലുത്തിയിരുന്നു. വോക്കൽ ടെക്നിക് ഉപയോഗിച്ച് പാട്ടിന്റെ ആഴം ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന ശൈലിയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടതാക്കിയത്. ഭാവം നിറഞ്ഞ സംഗീതത്തിന്റെയും അതിന്റെ അതുല്യതയുടെയും പ്രതിരൂപമായിരുന്നു പി ജയചന്ദ്രൻ സർ. പാട്ടുകൾക്ക് അനുയോജ്യമായ ഭാവം സൃഷ്ടിക്കാൻ ശബ്ദത്തിന്റെ മുഴുവൻ സാധ്യതയും ഉപയോഗിച്ചിരുന്നു. G. ദേവരാജൻ, MS ബാബുരാജ്, V. ദക്ഷിണാമൂർത്തി, ഇളയരാജ, AR റഹ്മാൻ തുടങ്ങി നിരവധി സംഗീത സംവിധായകർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ജയചന്ദ്രൻ പരികൽപ്പിച്ച സംഗീത വിസ്മയങ്ങളിലൂടെയും വികാരഗഹന ഗാനങ്ങളിലൂടെയും ഗാനലോക അമ്പരമുകളിൽ ചേക്കേറ്റിയ സംഗീത പ്രേമികളുടെ സ്നേഹസ്മരണയ്ക്ക് മുമ്പിൽ നിറകണ്ണുകളോടെ 7 ബീറ്റ്സ് അതിന്റെ സീസൺ 8 വേദിയിൽ വച്ച് ശ്രദ്ധാഞ്ജലി നേരുന്നു. ഉണർത്തരുതേ